ഹലോ! ഇന്ന് ഞാൻ പോകുന്നത് ഗോബുസ്ഥാൻ. ഇവിടെ മഡ് വോൾക്കാനോസ് കാണാനാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അസർബൈജാൻ എന്ന് പറയുന്നത് തന്നെ ഒരു ലാൻഡ് ഓഫ് മഡ് വോൾക്കാനോസ് എന്നാണല്ലോ അറിയപ്പെടുന്നത്. അപ്പോൾ അത് ഇവിടെ മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണ്. അതിപ്പോൾ നമ്മൾ ബാക്കു വന്നൊരു 1 to 2 അവേഴ്സ് ഉണ്ട് ഈ സ്ഥലത്തോട്ട്. നമ്മൾ വന്ന് മെയിൻ റോഡിൽ തന്നെ നമ്മൾ വന്ന കാറ് ലീവ് ചെയ്തിട്ട് അവിടുന്ന് ലോക്കൽ ഹയർ ചെയ്യണം. സാധാരണ കാറുകൾ പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറേ കയറ്റി ഇറക്കങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കേട്ടോ. പിന്നെ നമ്മൾ പോയ വണ്ടി എന്ന് പറയുന്നത് ഒരു റഷ്യൻ കാറാണ്, ലാഡ എന്ന് പറഞ്ഞിട്ട്. കാറിൻ്റെ അവസ്ഥയൊക്കെ കണ്ടപ്പോൾ വളരെ പരിതാപകരമായിരുന്നു. പക്ഷേ ആ കാറിലേ പോകാൻ പറ്റുള്ളൂ ഇങ്ങോട്ട്. അത്രയ്ക്കധികം കുത്തിക്കുലുങ്ങിയാണ് നമ്മൾ അവിടേക്ക് എത്തിയത് കേട്ടോ. പിന്നെ ദേ ഇങ്ങനെ ഫുള്ള് ചെളിയാണ് കാണുന്നത് കേട്ടോ. ഇതൊരു ജിയോളജിക്കൽ ഫോർമേഷനാണെന്ന് പറയുന്നത്, ഈ ബബ്ലിംഗ് ഓഫ് മഡ്. പക്ഷേ ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതെങ്ങനെയാണ് ഇതിൻ്റെ അടിയിലത്തെ ഒരു പ്രോസസ്സ് എന്ന് അറിയുന്നില്ല. ഇങ്ങനെ ബബിളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് തെറാപ്യൂട്ടിക് എഫക്റ്റ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. സ്കിൻ ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഒക്കെ ഇതിനുണ്ടെന്ന് പറയും. അതുകൊണ്ട് തന്നെ വന്നവരൊക്കെ ഇതിങ്ങനെ ബോട്ടിൽ വാങ്ങിയിട്ട് പോകുന്നുണ്ട്. പിന്നെ കണ്ടോ ഈ ഒരു ഫയർ വരുന്നത് ഇതിനടിയിൽ ഇങ്ങനെ ഓയിൽ കിടക്കുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക് ഇങ്ങനെ എപ്പോഴും 24 hours ഇങ്ങനെ തീ വന്നുകൊണ്ടേയിരിക്കും. ഇത് ഈ അസർബൈജാനിൽ പലയിടങ്ങളിലും കാണാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരത് യൂട്ടിലൈസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പം ചില സൈറ്റ് സീയിങ് പ്ലേസസിൽ മാത്രം അവരത് പ്രിസർവ് ചെയ്തിട്ട് മറ്റതൊക്കെ യൂട്ടിലൈസ് ചെയ്ത് തുടങ്ങി. അവരത് ഒരു വരുമാന മാർഗ്ഗമായിട്ട് കണ്ടു തുടങ്ങി കേട്ടോ. പിന്നെ നമ്മളിങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസൊക്കെ കീപ്പ് ചെയ്ത് നിൽക്കണം കേട്ടോ. വെൽ മെയിൻറ്റെയിൻഡ് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ കൂടുതലും ഡ്രൈ ഡേ സമയത്തൊക്കെ പോകുമായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഭയങ്കര ചെളിപിളിയായിരിക്കും കേട്ടോ. പിന്നെ കുറേ പേരൊക്കെ കാലയിൽ ഇങ്ങനെ കവറൊക്കെ കെട്ടിയിട്ടാണ് വന്നത്. നമ്മൾ അങ്ങനെ കെട്ടിയില്ല, നമ്മൾ നോക്കിയാണ് നടന്നത്. അതുകൊണ്ട് വലിയ ചെളിയും ഒന്നും കാര്യങ്ങളായില്ല. പക്ഷേ നമ്മൾ ഭയങ്കര വെറ്റായിട്ടുള്ള സമയത്തൊക്കെ പോവുകയാണെങ്കിൽ നിറയെ ചെളിയായിട്ട് വരാൻ പറ്റുള്ളൂ. ഫുള്ള് ചെളിയോ. കാരണം ആ ഒരു ഏരിയയിലും ഇങ്ങനെ ചെളി നിറഞ്ഞ് ഇങ്ങനെ പോന്നിട്ട് ഒഴുകി കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഷൂവിലൊക്കെ പറ്റാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കാറിൽ കയറുമ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം കാറ് ഫുള്ള് ചെളിയായതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല. പിന്നെ മുന്നൊരു ഒരു വ്ളോഗർ ഉണ്ടായിരുന്നില്ല, അരുണിമ എന്ന് പറഞ്ഞിട്ടൊരു ട്രാവൽ വ്ളോഗറല്ലേ. അപ്പോൾ ആ പുള്ളിക്കാരി വന്നിട്ട് ഇങ്ങനെ കുറേ മഡൊക്കെ മേത്ത് തേച്ച് ഇങ്ങനെ ഇരിക്കുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഈ ഒരു സ്ഥലത്തേക്ക് പോയില്ല കേട്ടോ. ഭയങ്കര നമ്മൾ ഈ ബ്യൂട്ടി പാർലറൊക്കെ പോയിട്ട് ഫേഷ്യലൊക്കെ ചെയ്യില്ലേ, അതിന് വരെ ഈ മഡൊക്കെ തേക്കാന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് അവർ ഒരു ബോട്ടിലിന് 5 മനാത്താണ് വന്നത്. ഞാൻ 2 ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട് കേട്ടോ 5 മനാത്തിന്. പിന്നെ ഇങ്ങോട്ട് പോകാനുള്ള കാറ് നമ്മൾ ഹയർ ചെയ്തത് 50 മനാത്താട്ടോ നമ്മൾ ചാർജ് ചെയ്തത്, നമ്മൾ കൊടുത്തത്.